മത്തായി 24 യേശു പഠിപ്പിച്ചതിൽ നിന്ന് എടുത്ത ഒരു വാക്യമാണ് അത്തിവൃക്ഷ തലമുറ. അവിടെ അവൻ ഒരു അത്തിവൃക്ഷത്തെക്കുറിച്ചുള്ള ഒരു ഉപമ പറയുന്നു. അത്തിവൃക്ഷത്തിന്റെ ശാഖ ഇലതായി ഇലകൾ തളിർക്കുമ്പോൾ വേനൽക്കാലം അടുത്തിരിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുമെന്ന് അദ്ദേഹം പറഞ്ഞു. അതുപോലെ ലോകത്തിൽ സംഭവിക്കുന്ന ചില അടയാളങ്ങൾ ആളുകൾ കാണുമ്പോൾ അവന്റെ വരവ് അടുത്തിരിക്കുന്നുവെന്ന് അവർ അറിയണം. ഈ ഉപമയിലെ അത്തിവൃക്ഷം ഇസ്രായേൽ ജനതയെ പ്രതിനിധീകരിക്കുന്നുവെന്ന് പല ബൈബിൾ അധ്യാപകരും വിശ്വസിക്കുന്നു. ഏകദേശം 2000 വർഷക്കാലം ഇസ്രായേൽ ഒരു ജനതയായിരുന്നില്ല. എന്നാൽ 1948 അത് അത്ഭുതകരമായി പുനഃസ്ഥാപിക്കപ്പെട്ടു. ഈ സംഭവം പലപ്പോഴും അത്തിവൃക്ഷം ഇലകൾ വിടർത്തുന്നതായി കാണപ്പെടുന്നു. ഇതെല്ലാം സംഭവിക്കുന്നതുവരെ ഈ തലമുറ ഒഴിഞ്ഞുപോകുകയില്ല എന്നും യേശു പറഞ്ഞു. ഇസ്രായേൽ പുനഃസ്ഥാപിക്കപ്പെടുന്നത് കാണുന്ന തലമുറ യേശുവിന്റെ തിരിച്ചുവരവിന് സാക്ഷ്യം വഹിക്കുമെന്ന് ചിലർ വിശ്വസിക്കുന്നു. ഒരു തലമുറ എത്ര ദൈർഘ്യമുള്ളതാണെന്ന് വ്യത്യസ്ത ആശയങ്ങളുണ്ട്. ചിലർ 70 അല്ലെങ്കിൽ 80 വർഷം എന്ന് പറയുന്നു. 1948 80 2028. കൃത്യമായ സമയം നമുക്കറിയില്ലെങ്കിലും അടയാളങ്ങൾ വ്യക്തമാണ്. ദൈവം നമ്മെ വിളിക്കുന്നത് ഉണർന്നിരിക്കാനും നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കാനും അവന്റെ മടങ്ങിവരവിന്റെ ദിവസം വരെ നമ്മുടെ വിളക്കുകൾ കത്തിച്ചുവെക്കാനുമാണ്. ഒരു അത്തിമരം വരാനിരിക്കുന്ന വേനൽക്കാലത്തിന്റെ സൂചന നൽകുന്നതുപോലെ ഇസ്രായേലിന്റെ തിരിച്ചുവരവ് അന്ത്യകാലം അടുത്തിരിക്കുന്നു എന്നതിന്റെ സൂചനയായി കാണുന്നു. ഈ പഠിപ്പിക്കൽ ആളുകളെ ഭയപ്പെടുത്താനല്ല, മറിച്ച് തയ്യാറായിരിക്കാനും ജാഗ്രത പാലിക്കാനും അവരെ സഹായിക്കാനാണ്. പ്രകൃതിയിൽ അടയാളങ്ങൾ കാണുമ്പോൾ ആളുകൾ ഒരു പുതിയ സീസണിനായി ഒരുങ്ങുന്നതുപോലെ തന്റെ അനുയായികൾ തന്റെ വരവിനായി ജാഗ്രത പാലിക്കുകയും ഒരുങ്ങുകയും ചെയ്യണമെന്ന് യേശു ആഗ്രഹിച്ചു. അത്തിമര തലമുറ വിശ്വസ്തയോടെ ജീവിക്കാനുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്.